ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി കേട്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ സർവീസ് വർക്കായിട്ട് ബന്ധപ്പെട്ട് കയറ്റിയാണ്. അപ്പോൾ അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് എന്ന് പറഞ്ഞാൽ മിറർ മാറ്റണം, 2 മിറർ മാറ്റി വയ്ക്കണം, ഫുട് റെസ്റ്റ് 4 ഫുട് റെസ്റ്റ് മാറ്റാനുണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാറ്റാനുണ്ട്, ബ്രേക്ക് ഷൂ മാറ്റാനുണ്ട്, അതേപോലെ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ 2 പോയിട്ടുണ്ട്, അപ്പോൾ അത് ചെയ്യണം. ഇൻഡിക്കേറ്റർ സ്വിച്ച് ചെക്ക് ചെയ്തിട്ട് അത് കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും മാറ്റാം. വൈസർ ചേഞ്ച് ചെയ്യണം, അതേപോലെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഷറൗഡ് കാര്യങ്ങളൊക്കെയാണ്, സൈഡ് ബാക്കിലത്തെ റിയർ കൗൾ അതൊക്കെ ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. പിന്നെ അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ടൈപ്പിലേക്ക് ആക്കണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ബോഡി കവറുകളുടെ കേസിൽ നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഈ കളറായതുകൊണ്ട് തന്നെ കിട്ടാനില്ല, ഓൾറെഡി അറിയാവുന്ന കേസാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ബാക്കിയത്തെ മെക്കാനിക്കൽ ഭാഗം നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഓടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ തവണ ഇതൊന്നും ചേഞ്ച് ചെയ്തിടാം, കാരണം ഞാൻ അത്യാവശ്യം ഇതുമ്പോൾ കിടക്കുന്നത് അലൈഡിൻ്റെ ലൈനറാണ്. പക്ഷേ നമുക്കതൊന്ന് മാറ്റിയിടാം, കാരണം ബ്രേക്ക് അഡ്ജസ്റ്റിങ്ങിലേക്ക് കിടക്കണേ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. തന്നെയല്ല ബാക്കിലത്തെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാനുണ്ട്. സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പല്ലൊക്കെ ടീത്തൊക്കെ മൊത്തം പോയി മടങ്ങിയേക്കണ ഒരു അവസ്ഥയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. വീലിൻ്റെ ഡാമ്പർ റബ്ബർ, ബാക്ക് വീലിൻ്റെ റബ്ബർ സെറ്റാണത്, അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ബാക്കിൽ നമുക്ക് അത്രയും ഭാഗം ചെയ്യണം. ചെയിൻ സ്പോക്കറ്റ്, ബ്രേക്ക് ഷൂ, അതേപോലെ വീൽ റബ്ബർ ഇത്രയായിട്ട് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതിൻ്റെ ഫുട് റെസ്റ്റ്, ഈ ബാക്കിലത്തെ ആയാലും ഫ്രണ്ടും ബാക്കും ഫുട് റെസ്റ്റുകൾ കംപ്ലൈൻ്റ് ഉണ്ട്, അത് ഓൾറെഡി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെയുള്ളത് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്ററൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കൊന്ന് മാറ്റിയിട്ട് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത പോലെ ചെയ്താലും മൊത്തത്തിൽ പൊടിയാണ്, ഫുള്ള് പൊടിയായിട്ട് കയറി ബ്ലോക്ക് ആയിരിക്കണത്. ശരിക്കും ഇതിൻ്റെ കളർ വന്നത് യെല്ലോ കളറാണ്, പൊടി കയറിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയേക്കുന്നത് കേട്ടോ. പിന്നെ നിലവിൽ നമുക്ക് കാർബേറ്ററിൻ്റെ കേസ് തൽക്കാലം നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, കാരണം ഇപ്പോൾ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ മാറ്റുന്ന സമയത്ത് കാർബേറ്റർ കൂടി ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് പെട്രോൾ, എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്, E20 പെട്രോളാണ് കിട്ടുക. അപ്പോൾ മിക്കവാറും അത് കുറച്ച് വലിയ താമസിച്ചായിട്ട് നമുക്ക് കാർബേറ്റർ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം, അങ്ങനെ ചെയ്താൽ മതി. കാരണം അതല്ലാതെ കൊണ്ട് നമ്മൾ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അഴിക്കുകയും ചെയ്യരുത്. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇപ്പോൾ നിലവിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നമില്ല, പക്ഷേ ഓവർഫ്ലോ എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് തന്നെ കാണിച്ചു എന്ന് വരും. അതുകൊണ്ടാണ് കാർബേറ്ററിൻ്റെ ഭാഗം തുടരുത്, അഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കേസ്. നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എയർ ഫിൽറ്റർ അടഞ്ഞേക്കണേൻ്റേതായിട്ടുള്ളൊരു വലിയ കുറവ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതല്ലാണ്ട് വേറെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ തൊടണ്ട, അത് ആ രീതിയിൽ തന്നെ നിർത്താം. പിന്നെ നമുക്കതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2024 ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു 12.95 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.22 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നണില്ല, ബാറ്ററി ഓക്കെയാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, ലെവൽ നോക്കി, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ അതിൻ്റെ ടോപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല ഓയിലാണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു പാർട്സാണ് ഈ പ്ലഗ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും, ബ്രേക്ക് അഴിച്ച് ബ്രേക്ക് ക്യാമ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റിങ് പരമാവധിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ലൈനർ കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ലൈനർ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഓൾറെഡി പോയി കിടക്കുന്നുണ്ട്, ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്, ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന്. ഇവിടെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിൽ നിന്ന് തുരുമ്പ് കാര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വീലഴിച്ച് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ വീൽ ബെയറിംഗ് കൂടി മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ബോഡി കവറുകളുടെ കേസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ തപ്പി നോക്കാം, കിട്ടുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതൊക്കെ റയർ കളറാണ്, ലിമിറ്റഡ് എഡിഷൻ പോലെയാണ് ഇറങ്ങുള്ളത്, കുറച്ചാണ് കിട്ടാൻ സാധ്യതയുള്ളൂ. നമ്മളിപ്പോൾ ഓർഡർ കൊടുത്താൽ പോലും കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ വരാൻ സാധ്യത. പിന്നെ അതേപോലെ ബാക്കിലത്തെ ഇൻഡിക്കേറ്ററൊക്കെ പോയിട്ട്, ഇൻഡിക്കേറ്റർ ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ബ്ലാക്ക് റെഡ് മോഡലൊക്കെ ആണെങ്കിൽ ബാക്കിലത്തെയും കിട്ടും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കളറൊക്കെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കളറുകളുള്ള, അപ്പോൾ അത് വരുമ്പോൾ കിട്ടാനായിട്ട് ഡിലേ ഉണ്ടോ. പിന്നെ നമ്പർ പ്ലേറ്റ് ചേഞ്ച് ചെയ്യണം, അത് നമുക്ക് പഞ്ചിങ് ടൈപ്പിലേക്ക് ആക്കാം, ഇതൊക്കെയാണ് പറഞ്ഞാണേ. പിന്നെ വാട്ടർ സർവീസൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നമുക്കിപ്പോൾ ബാക്കിയത്തെ ബോഡി പാർട്സൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.